നമസ്കാരം. സ്ത്രീ പീഡന ആരോപണത്തിൽപ്പെട്ട പി.കെ. ശശിക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സിപിഎം. യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ കമ്മീഷനും വ്യക്തമാക്കുന്നു. തനിക്കെതിരെ ഗൂഢാലോചനയാണെന്ന് ശശി ആവർത്തിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് കേന്ദ്ര നേതാക്കൾ. ഇതിനിടെ ശശി എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് ദേശീയ വനിതാ കമ്മീഷനും ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ശശിയോട് പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചിരിക്കുന്നത്. ശശിക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണോ സിപിഎം? ശശിയെ കൈവിട്ടോ പാർട്ടി? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. ഇന്ന് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് പി.കെ. ശശിക്കെതിരെ സിപിഎം നടപടിക്കൊരുങ്ങുന്നു. പി.കെ. ശശിയെ സിപിഎം കൈവിടുകയാണോ എന്നാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം. 0471 66 15 881 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സ്ത്രീ പീഡന ആരോപണത്തിൽപ്പെട്ട പി.കെ. ശശിക്കെതിരെ നടപടിക്ക് സിപിഎം ഒരുങ്ങുന്നു. യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ കമ്മീഷനും വ്യക്തമാക്കുന്നു. തനിക്കെതിരെ ഗൂഢാലോചനയെന്ന് ശശി ആവർത്തിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് കേന്ദ്ര നേതാക്കൾ. ഇതിനിടെ ശശി എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് ദേശീയ വനിതാ കമ്മീഷനും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ശ്രീമതി ലതിക സുഭാഷ്, കോൺഗ്രസ് നേതാവ് ചേരുന്നു. ശ്രീമതി ലതിക സുഭാഷ്, ഇവിടെ ഈ ഒരു വിഷയത്തിൽ നടപടി എടുക്കാനുള്ള ഒരു ആലോചനയിലാണ് സിപിഎം. പ്രത്യേകിച്ചും വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ, ദേശീയ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ശശിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ഈ അവസരത്തിൽ ഞങ്ങൾ ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് സിപിഎം പാർട്ടിയെ കൈവിടുകയാണോ എന്നാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? നിശ്ചയമായിട്ടും ഇവിടെ ഇത്തരം ഒരു ആരോപണം മാറി നിന്ന് ശ്രീമതി ലതിക സുഭാഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചു തുടങ്ങിയായിരുന്നു. തുടരാം. വനിതാ കമ്മീഷന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്, ആശങ്ക ഉളവാക്കുന്നതാണ്. ഇവിടെ സിപിഎം അദ്ദേഹത്തിനെതിരെ എടുക്കാൻ പോകുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. മാതൃകാപരമായ ശിക്ഷയ്ക്ക് വിധേയനാകുവാനായിട്ട് ഇത്രയും ആരോപണം വന്ന സ്ഥിതിക്ക് അദ്ദേഹം മാറി നിന്ന് അന്വേഷണത്തിന് വിധേയനാകണം. എം.എൽ.എ. എന്ന നിലയിൽ ജനങ്ങളെ സേവിക്കുന്ന ജനസേവകനായ എം.എൽ.എയുടെ ഭാഗത്തു നിന്നും സ്വന്തം പാർട്ടിയിലുള്ള ഒരു യുവ വനിതാ നേതാവിനെ പീഡന ശ്രമം നടത്തി എന്നുള്ളത് വലിയ ഒരു ആരോപണം തന്നെയാണ്. അദ്ദേഹം എം.എൽ.എ. സ്ഥാനം രാജിവെക്കുവാനായിട്ട് ബാധ്യസ്ഥനാണ്. പക്ഷേ ശ്രീമതി ലതിക സുഭാഷ്, ഇവിടെ ശശി തന്നെ പറയുന്ന കാര്യം തനിക്കെതിരെ ഇവിടെ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ്. അത് ആവർത്തിക്കുകയാണ് ശശി. മാധ്യമങ്ങളുടെ മുന്നിലും തന്റെ നിലപാട് കൃത്യമായി പറയുന്നു. തനിക്കെതിരെ നിങ്ങളുടെ കൈവശം തെളിവുണ്ടോ അല്ലെങ്കിൽ അത്ര ആരോപണം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മഹിളാ കോൺഗ്രസ് ഒറ്റപ്പാലത്ത് എം.എൽ.എയുടെ ഈ നടപടിക്ക് എതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയതിനു ശേഷമുള്ള യാത്രയിലാണ് ഞാൻ. നിശ്ചയമായും അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പോലീസ് സ്ഥലം എം.എൽ.എക്ക് പലപ്പോഴും കൂട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്ന് കേൾക്കുന്നു. വ്യക്തമായിട്ട് എനിക്കറിയില്ല, കേട്ടുകേൾവിയാണ്. പക്ഷേ നിസ്സഹായായ ഒരു വനിതയുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി. ഭരണപക്ഷത്തുള്ള ഒരു എം.എൽ.എ തന്റെ അധികാരം വിനിയോഗം ചെയ്തുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ
അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരോട് പോലും അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോലും പറയുവാനായിട്ട് ഈ MLA ഒരു മാധ്യമത്തിലൂടെ പോലും കേട്ടിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുവാനായിട്ട് അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് മാറി നിന്ന് സത്യസന്ധമായി അദ്ദേഹം അന്വേഷണത്തിന് വിധേയനാവട്ടെ. അങ്ങനെ അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെപ്പിച്ച് മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? CPM-ന്റെ നിലപാടിനെ കുറിച്ച് വനിതാ കമ്മീഷൻ പോലും രാഷ്ട്രീയം കളിക്കുന്ന സാഹചര്യമാണ് ഇടതു ഭരണത്തില്. ഇടതുപക്ഷത്തിന്റെ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ശ്രീമതി ജോസഫൈനെ പോലെയുള്ള ഒരാൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് നീതി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ള വനിതാ കമ്മീഷൻ പോലും വേറൊരു തരത്തിൽ പ്രതികരിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. 2 വനിതാ മന്ത്രിമാരുണ്ടല്ലോ, അവര് പ്രതികരിച്ച് കാണുന്നില്ല. വിവാദത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പാർട്ടി തീരുമാനിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. പാർട്ടിയാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്? പാർട്ടിയാണോ ഇത് അന്വേഷിക്കേണ്ടത്? നിയമ നടപടികൾ സ്വീകരിക്കേണ്ട പോലീസില്ലേ? തീർച്ചയായും താങ്കൾ ശ്രീമതി ലതിക സുഭാഷ്, ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ യാത്രയിലാണ് എങ്കിൽ കൂടിയും പ്രേക്ഷകർ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ന്യൂസ് 18 പൊതുവേദിക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നും ഷെരീഫ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഷെരീഫ്, ഈ PK ശശിയുടെ വിഷയത്തിൽ CPM ഇന്ന് കൃത്യമായ നിലപാടിലേക്ക് നീങ്ങുന്നു, നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം തനിക്കെതിരെ ഗൂഢാലോചനയാണ് എന്ന നിലപാടുമായി ശശി ഇപ്പോഴും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ഉം ശശിയെ കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇത് മാറ്റി നിർത്തി അന്വേഷിക്കേണ്ട ഒരു കേസാണ്. മാറ്റി നിർത്തി അന്വേഷിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയൊക്കെ വന്നപ്പോ CPM-കാർ ആഘോഷിച്ചിരുന്നു. ഇപ്പൊ അവരൊക്കെ എന്താണ്, അന്ന് അവർക്ക് പറ്റിയ അതേ അബദ്ധം തന്നെയല്ലേ ഇവർക്കും പറ്റിക്കണത്. ശരി, പെരിന്തൽമണ്ണയിൽ നിന്നും ഷെരീഫ് എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ വർക്കലയിൽ നിന്നും ചേരുന്നു, റാഫി. റാഫി കേൾക്കുന്നുണ്ടോ? റാഫിക്ക് ഈ ഒരു കാര്യത്തിൽ റാഫിയുടെ ഒരു നിലപാട് ഏത് തരത്തിലാണ്? എന്താണ് വേണ്ടത് ഇവിടെ? ഈ CPM കൃത്യമായി നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ പാർട്ടി ശശിയെ കൈവിടുവോ? തീർച്ചയായും ഇത് പാർട്ടി അന്വേഷിക്കും, പാർട്ടി ചെയ്യുമെന്ന് പറയുന്നത് തികച്ചും മോശമായ ഒരു അഭിപ്രായമാണ്. പാർട്ടിയാണ് അവിടെ കാര്യങ്ങൾ ചെയ്തത്. പാർട്ടിക്കാർക്ക് എന്തും ചെയ്യാം, അവരന്വേഷിക്കും, അവരാക്കാം ഒന്നും തൃപ്തികരമായുള്ള ന്യായമല്ല. അയാളെ പുറത്താക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള അന്വേഷണം, പാർട്ടിപരമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അന്വേഷണം എടുത്തുകൊണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഒരു വനിത ചെയ്തു അവരെ പാർട്ടിയിലുള്ള ആളായതുകൊണ്ട് അത് മറച്ചു വെച്ച് അല്ലെ അവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക. ഇന്നലെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായി, വനിതാ കമ്മീഷൻ പറഞ്ഞു ഇത് കേസെടുക്കേണ്ടതാണ്. ഇതേ വിഷയത്തിൽ തന്നെ തൊട്ട് ഫറൂഖ് കോളേജിൽ ഒരു മുസ്ലിം സ്ത്രീകൾ അവർ നല്ലതായ രീതിയിൽ അവർ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വമേധയാ കേസെടുത്തതാണ് ഈ വനിതാ കമ്മീഷൻ തന്നെ. ഇപ്പൊ അവര് CPM-നോട് ചേർന്ന് നിന്നുകൊണ്ട് അവര് പറയുന്നത് ഇത് സാധാരണയാണ്, തെറ്റാർക്കും സംഭവിക്കുന്നുള്ളൊരു മറുപടിയാണ് ഇന്നലെ അവര് തന്നെ കൊടുത്തത്, വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ കൊടുത്തത്. തീർച്ചയായും. അപ്പോൾ വർക്കലിൽ നിന്നും റാഫിയുടെ പ്രതികരണമാണ് കേട്ടത്. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ നടപടി എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാലക്കാട് നിന്ന് അനിൽകുമാർ എന്ന പ്രേക്ഷകൻ കൂടി ഇപ്പോൾ പൊതുവേദിക്കൊപ്പം ചേരുന്നു. അനിൽകുമാർ, അനിലിന്റെ നിലപാട് എന്ത് തരത്തിലാണ്, ഏത് തരത്തിലാണ് ഈ ഒരു വിഷയത്തിൽ അനിൽ പ്രതികരിക്കുന്നത്? ഇതിപ്പോ പ്രശ്നം ഒരിക്കലും സാധൂകരിക്കുക ഒരാൾ ഞാനുൾപ്പെടെ ഏതൊരു പൗരനും ഇതൊന്നും സാധൂകരിക്കുക ഒരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കില്ല. പക്ഷേ എങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഏത് പാർട്ടിക്കാണ് ഇതൊന്നും ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ഒരാൾ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിശ്വാസമുള്ള സ്ഥിതിക്കാണ് ആ പെൺകുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കും. ആ കുട്ടിക്ക് ഇപ്പോൾ പോലീസ് കേസുണ്ടെങ്കിൽ പോലീസ് നിയമപരമായിട്ടാണ് പോണെങ്കിൽ എന്തായാലും ആ കുട്ടി പോലീസിന് കംപ്ലൈന്റ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെയ്തുകൊണ്ട് അവരൊന്നും വലിയ ഒരാളും ന്യായീകരിക്കാൻ നിൽക്കില്ല. തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് ശേഷം അതിനെ കുറിച്ച് ആലോചിക്കണം. പക്ഷെ എത്ര വലിയ നേതാവായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അതിപ്പോ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ അതേപോലെ ഒരിക്കലും അതിന് തലയിൽ തൂക്കിയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരും നിൽക്കില്ല. തെറ്റ് ആര് ചെയ്താലും അവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം. അത് ഒരു മാറ്റം.
ശരി. അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പാണെങ്കിൽ അവര് തന്നെ പാർട്ടിക്കാർ ചെയ്തും കൂടി ആലോചിക്കണം. ഒരിക്കലും ഇവരിനൊന്നും ഒരിക്കലും നമ്മൾ മാലയിട്ട് പൂജിക്കാൻ പോകുന്നില്ല. ഇവരിന്റെ പേരിൽ നമ്മൾ നമ്മൾ എന്തായാലും ഇവരിന്റെ പേരിലൊന്നും നടക്കാൻ പോകുന്നില്ല. അതായത് ശശിയെ പാർട്ടി മാലയിട്ട് സ്വീകരിക്കില്ല എന്ന് തന്നെയാണോ താങ്കളുടെ വിശ്വാസം? ഒരിക്കലും സ്വീകരിക്കില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വിശ്വസിക്കുന്നത് തെറ്റ് ചെയ്ത് അതിന് വിരൽ ചൂണ്ടി ഞങ്ങൾ കാണിക്കും. അത് എന്റെ പാർട്ടിക്കാണ് ഞാൻ കാണിച്ചിരിക്കും. ഇപ്പോൾ ബാലുശ്ശേരിയിൽ നിന്നും കൃഷ്ണൻകുട്ടി എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. കൃഷ്ണൻകുട്ടിക്ക് ഈ കാര്യത്തിലുള്ള നിലപാട് ഏത് തരത്തിലാണ്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. ഈ കാര്യത്തിൽ ഇരയുടെ ഒരു മൊഴി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം അറിയാമായിരുന്നു. അത് ഇതുവരെ മാധ്യമങ്ങളൊന്നും പ്രക്ഷേപണം ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ബാലുശ്ശേരിയിൽ നിന്ന് കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടി സ്വീകരിക്കണം, ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് കൃഷ്ണൻകുട്ടി കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. പുനലൂരിൽ നിന്നും തമ്പി ചേരുന്നു നമ്മോടൊപ്പം. തമ്പിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ വ്യക്തമാക്കാം. സാറേ, സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ അധികാരത്തിൽ കയറിയവരാണ് ഇവർ ഈ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരവല്ലേ. പാർട്ടിക്കാർ ചെയ്യുമ്പോൾ പാർട്ടി അന്വേഷിച്ച് അത് നടപ്പിലാക്കുമെന്നും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് FIR ഇട്ട് കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് ജയിലിലടക്കി ചെയ്യും. വിൻസെന്റ് MLA കോവള MLA വിൻസെന്റ് MLA കാര്യം തന്നെ അറിഞ്ഞൂടെ? എന്താണ് ഇവിടെ കാണിക്കുന്നത്? എന്താണ് ഇവിടെ? ഇത് എന്ത് ഭരണമാണ്? ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, എല്ലാം ശരിയാകും ഞങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രവർത്തനമാണ്? എന്താണ് ഇവിടെ കാണിക്കുന്നത്? ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയല്ലേ? പുനലൂരിൽ നിന്നും തമ്പിയുടെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും നിലപാട്. പ്രേക്ഷകർ കൂടുതലായി ഈ വിഷയത്തിൽ പ്രതികരിക്കും. സമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്താം. ലതിക സുഭാഷ് ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. ശ്രീമതി ലതിക സുഭാഷ്, ഇവിടെ ഇപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ പ്രതികരിച്ചതാണ്. അതിൽ പ്രതികരിച്ചവരിൽ ഭൂരിഭാഗം പേരും നടപടി വേണം, കൃത്യമായ നിലപാട് CPM സ്വീകരിക്കണമെന്ന അഭിപ്രായം മുന്നോട്ട് വെക്കുന്നവർ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അല്പസമയം മുമ്പ് CPMന്റെ പ്രമുഖ നേതാക്കൾ എളമരം കരീം അടക്കമുള്ള നേതാക്കൾ പറയുന്നത് മാലയിട്ട് പാർട്ടി ശശിയെ സ്വീകരിക്കില്ല, കൃത്യമായ നിലപാടെടുക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അത് കൃത്യമായി നമുക്ക് ആ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കാമോ? അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അറിയാവുന്ന നമ്മുടെ നാട്ടില് നമ്മുടെ വനിതകൾ ഉൾപ്പെടെ ഇപ്പൊ 10,000-കണക്കിന് ആളുകള്, സ്ത്രീകൾ ഉൾപ്പെടെയാണ് പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ഉള്ളത്. പൊതുപ്രവർത്തനം നടത്തുവാൻ, സാമൂഹ്യ പ്രവർത്തനം നടത്തുവാൻ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുവാൻ, അധികാര കസേരയിൽ ഇരിക്കുവാനൊക്കെ സ്ത്രീകൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. രാപകൽ ഭേദമന്യേ നമ്മുടെ അമ്മമാരും സഹോദരിമാരും നമ്മുടെ പെൺമക്കളും ഇന്ന് എല്ലാ തുറകളിലും വ്യാപരിക്കുന്നുണ്ട്. അവിടെ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ഉണ്ടാവുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അത് ആരാണെങ്കിലും. അപ്പോ അവരെ ന്യായീകരിക്കുവാനല്ല വനിതകൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തയ്യാറാവേണ്ടത്. അവരെ മാലയിട്ട് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നിട്ട് പോലും സ്ത്രീ സംരക്ഷകരാകേണ്ട വനിതാ കമ്മീഷൻ പോലും സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകൾ ഇറക്കുകയും ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനെ സംരക്ഷിക്കുവാനുള്ള വാചകങ്ങൾ പറയുന്നതും വലിയ ഭയമുളവാക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ എത്താം. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. പ്രേക്ഷകർ കൂടി പ്രതികരിക്കുകയാണ് ഈ വിഷയത്തിൽ. പാലക്കാട് നിന്ന് വാസുദേവൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ വാസുദേവൻ, താങ്കൾക്ക് ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം. നമ്മുടെ കേരളത്തില് ഇത്രയും ദുരിതത്തിൽ കിടന്ന് മറ്റുള്ളവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോ കേൾക്കുന്നുണ്ട്, താങ്കൾക്ക് തുടരാം. MLA എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള പാർട്ടിക്കാരെയും ഈ പ്രവർത്തകരെയും അവഹേളിക്കുന്ന രീതിയിൽ വെല്ലുവിളിച്ചിട്ടുമാണ് MLA ഇരിക്കുന്നത്. അത് ശരിയല്ല. അതിനൊരു ശരിയായിട്ടുള്ളൊരു നിയമം നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന രീതിയിൽ കിട്ടണമെന്നാണ്. വേഗത്തിൽ ഒരു നടപടി പാർട്ടി തലത്തിൽ തന്നെ വേണമെന്നാണ് താങ്കൾ പറയുന്നത്.
ശരി, പ്രതികരിച്ചതിന് നന്ദി. പാലക്കാട് നിന്ന് വാസുദേവനാണ് ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചത്. രവി പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു. രവി, പറയാം. തെറ്റ് ചെയ്യാത്ത ഒരാളെ കുറിച്ച് ഒരു പെൺകുട്ടി ആരോപണം പറയേണ്ട കാര്യം വരുന്നില്ല. അപ്പം പുള്ളിക്കാരൻ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ പാർട്ടി നേതൃത്വം അവരുടെ പ്രസ്ഥാനങ്ങളോ ഒരിക്കലും അതിന് നീതി കണ്ടെത്തുകയെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരൊന്നിൽ ആ കുട്ടിയെ പീഡിപ്പിക്കുകയോ ആ കുട്ടികളെ ഇനിയും ജീവിച്ചിരിക്കുമോ തന്നെ നമുക്കറിയത്തില്ല. ആ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് കോളേജിലൊക്കെ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ പ്രസ്ഥാനം വളർത്തുന്നു. അതിനകത്ത് കാണാൻ കൊള്ളാവുന്നതും ഇച്ചിരി സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികൾക്കും ഓരോ അധികാര പദവികൾ കൊടുക്കുന്നു. എന്നിട്ട് അവർ സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയും അവരെ ദുരുപയോഗം ചെയ്യുക. അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇതെല്ലാം മനസ്സിലാക്കുന്ന പേരൻസ് അവസാനം ഒന്നും വയ്യാത്ത അവസ്ഥയിൽ വെറും നിഷ്കളങ്കരായിട്ട് അവര് നോക്കി നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനമാണ്, ഈ പാർട്ടി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനമാണ് ഇവിടെ ഈ ക്രിമിനൽ സംഘങ്ങളെ വളർത്തുന്നത്. പത്തനംതിട്ടയിൽ നിന്നും രവി എന്ന പ്രേക്ഷകനാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കൃത്യമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയുന്നത്. നബീൽ കല്ലമ്പലത്ത് നിന്ന് ചേരുന്നു. KSU പ്രവർത്തകൻ കൂടിയാണ് നബീൽ. ഇവിടെ പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു. ആരെയും മാലയിട്ട് സ്വീകരിക്കില്ല, പ്രത്യേകിച്ചും ഇത്തരം ആരോപണങ്ങളിൽപ്പെട്ടവരെ ഒരു കാരണവശാലും പാർട്ടി സംരക്ഷിക്കില്ല എന്ന നിലപാട് തന്നെയാണ് CPM-ന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ സ്വീകരിക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിൽ ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ടവരാരും പ്രതികരിച്ചിട്ടില്ല. CPM-ന്റെ സ്ത്രീ സുരക്ഷയ്ക്കായിരിക്കും ഈ സർക്കാർ പ്രഥമ പരിഗണനയെന്ന് നൽകുന്നത് എന്ന് ഉച്ചത്തിൽ പ്രസംഗിച്ചിരുന്ന പിണറായിയും സഹപ്രവർത്തകരും സ്വന്തം പാർട്ടിയിൽ പെട്ട ഒരു MLA-യുടെ കാര്യമാണ് സർമാരായി മാറിയത്. സാക്ഷരത കേരളത്തിന് തന്നെ അപമാനകരമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നിലവിലുള്ളത്. അപ്പം എത്രയും പെട്ടെന്ന്, ഇത് മാത്രമല്ല, നമ്മുടെ നികുതി പണം കൊണ്ട് കഴിയുന്ന ചിന്താജറാമനെ പോലെയുള്ള യൂത്ത് കമ്മീഷന്റെ ചെയർമാൻ, ഈ മുൻ SFIയുടെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെ ആയിരുന്ന വ്യക്തി പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ജിമിക്കി കമ്മൽ വിഷയത്തിൽ പ്രസിദ്ധി നേടിയ ഒരു വ്യക്തിയാണ് ചിന്താജറം. ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം, പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവരെയൊക്കെ മൗനം ഈ നാടിന് അപകടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇതിൽ പ്രതികരിക്കണം എന്നാണ് നമ്മുടെ ഒരു നിലപാട്. ശരി, നബീലാണ് കല്ലമ്പലത്ത് നിന്നും നിലപാട് വ്യക്തമാക്കിയത്. മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്നുമാണ് നബീലും പറയുന്നത്. പരപ്പനങ്ങാടിയിൽ നിന്നും രാജൻ ചേരുന്നു. രാജൻ, താങ്കൾക്ക് പറയാം. ഹലോ, ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് രാജനാണ്. ഓക്കെ, പറയാം. അതെ, എത്ര വലിയ നേതാക്കന്മാരായാലും ആരായാലും ഈ പൊളിറ്റിക്സിന്റെ എത്ര ഉയർന്നവരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ പെൺകുട്ടി എവിടെങ്കിലും മൊഴി കൊടുത്ത എന്തായിട്ടോ ഇതുവരെ ഒരു വാർത്ത ഒന്നും കേൾക്കില്ല. അപ്പോൾ ഇതിനെ കൂടുതൽ ഇങ്ങനെ പൊലിപ്പിക്കണതിന്റെ മുന്നേ ഈ പെൺകുട്ടിന്റെ ഒരു ഭാഗം കേൾക്കണം എന്നുള്ള ഒരു അഭിപ്രായം, സാധാരണക്കാരന്റെ ഒരു അഭിപ്രായം എനിക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, പ്രതികരിച്ചതിന് നന്ദി. ബ്രഹ്മമംഗലത്ത് നിന്ന് ബിജുകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ബിജുകുമാർ, ശശിക്കെതിരെ പാർട്ടി കൃത്യമായ നടപടി സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിലവില് പറയാം, കേൾക്കുന്നുണ്ട്. നിലവില് ഇത് അന്വേഷിക്കുന്നത്, പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പീഡനത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അന്വേഷിക്കുന്നത് പാർട്ടിയാണോ അതോ ഇതിലുള്ള നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണോ അന്വേഷിക്കുന്നത്? പാർട്ടി അന്വേഷിച്ച് എങ്ങനെ ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കും? പാർട്ടിക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതെ, പാർട്ടിക്കാണ് പാർട്ടി അന്വേഷിച്ചിട്ട് ഈ MLA രക്ഷിക്കാനല്ലാതെ വേറെന്താണ് പാർട്ടിക്കാർ ചെയ്യുന്നത്? ഇതുപോലുള്ള ചെറിയ പാവപ്പെട്ട ഒരു കുട്ടിയെ കൊടുക്കണമെങ്കിൽ, പാർട്ടി ഇടപെട്ട് തീർക്കാനാണെങ്കിൽ എന്തിനാണ് ഇത് പാർട്ടിക്കാർക്ക് കൊടുക്കുന്നത്? കോടിയേരി ബാലകൃഷ്ണനെ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരാണോ ഇത് ചെയ്യുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് ശിക്ഷിക്കാനുള്ള ശിക്ഷിക്കണം. ഇവര് രക്ഷിച്ചിട്ട് ഈ അടുത്ത ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ചാനൽ ഈ വാർത്ത കാണുകയല്ല. അപ്പൊ എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഒരു നീതി കിട്ടുന്നത്? എല്ലാ കേസായിട്ട് പാർട്ടി അന്വേഷിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള ഈ നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പാർട്ടിക്ക് കൊടുത്താൽ പോരെ. പാർട്ടിക്കാർ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പാർട്ടിക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ പോലീസ് അന്വേഷിക്കട്ടെ. ശരി, നന്ദി പ്രതികരിച്ചതിന്. വർക്കലയിൽ നിന്നും ഷിബു ചേരുകയാണ്. ഷിബുവിൻ്റെ ഈ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും ശശിക്ക് എതിരായ
സ്ത്രീ കൊടുത്ത പരാതി, ആ ഒരു പരാതി പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്നു. അന്വേഷണ കമ്മീഷൻ അടക്കമുള്ളവ രൂപീകരിച്ചു കഴിഞ്ഞു. ആ തലത്തിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? ആരെയും ഇത്തരം ആരോപണങ്ങളിൽപ്പെട്ടവരെ മാലയിട്ട് സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് CPM വ്യക്തമാക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാറേ, ഇതില് കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്. ഇതിൽ നമ്മളെ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം. നമ്മളെ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു ലാ ആൻഡ് ഓർഡർ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. സ്റ്റേറ്റ് സബ്ജക്റ്റിൽ ലാ ആൻഡ് ഓർഡർ കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലീസിന്റെ ഒരു മെഷീനറിയാണ് ചെയ്യേണ്ടത്. ഇവിടെ സമുദായ സംഘടനകൾക്കോ രാഷ്ട്രീയ സംഘടനകൾക്കോ അധികാര പരിധി ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഇവരിടപെടുക, ഇവരന്വേഷിച്ച് തെളിഞ്ഞാലും പാർട്ടി ഇന്ന് വെളിയിലാക്കണോ വേണ്ടേ എന്നുള്ള ഒരു കാര്യം മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഇവർക്കൊരു ക്രിമിനൽ നടപടിക്ക് ഇവരെ വിധേയമാക്കി ഇവരെ ജയിലിൽ അടയ്ക്കാനോ ബാക്കിയുള്ള ഒരു നടപടിക്കുമുള്ള അധികാരങ്ങൾ നമ്മളെ ഭരണഘടന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സമുദായ സംഘടനകൾക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അധികാരമില്ലാത്ത ഒരു കാര്യത്തിൽ ഈ പരാതികൾ മേടിക്കുക, ഭരണഘടനാപരമായ അധികാരമില്ലാത്ത കാര്യങ്ങൾ അത് അന്വേഷിക്കുക, അത് തീർപ്പാക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് കുറ്റകരമായ ഒരു കാര്യമായിട്ട് ചെയ്ത് ഒരു നിയമം പാസ്സാക്കണം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ പറയുന്ന സ്ത്രീ പരാതി പോലീസിനോ അങ്ങനെയുള്ള മറ്റു തലത്തിലോ കൊടുത്തിട്ടില്ല. ഇവിടെ പാർട്ടിക്കാണ് തന്റെ പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ആ തരത്തിൽ അന്വേഷിക്കുകയാണ്. അത് തന്നെ സാർ, TRPCയിലെ വ്യക്തമായും ഒരു കാര്യം പറയുന്നുണ്ട്. TRPCയിൽ വ്യക്തമായി പറയുന്നത് ഒരു വിവരം കിട്ടിയാൽ യാതൊരാൾക്കും, ഹലോ കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട്, പറയാം. യാതൊരാൾക്കും ഒരു കുറ്റകൃത്യത്തിനെ പറ്റി ഒരു വിവരം കിട്ടിയാൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് TRPC 39 പറഞ്ഞ സെക്ഷൻ പ്രകാരം അതാത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അതെടുത്ത് വെച്ച് അന്വേഷിക്കുന്ന ഈ രാജ്യത്ത് ഒരു സമുദായ സംഘടനകൾക്കോ രാഷ്ട്രീയ സംഘടനകൾക്കോ അധികാരമില്ല. അത് ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കണം. പാർട്ടി ആയാലും സമുദായത്തിലായാലും ഇത് ചർച്ച ചെയ്യണം, അവരെ ബോധവൽക്കരിക്കണം. അതല്ലാതെ ഇതൊരു തെറ്റായ പ്രവണതയാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് മാത്രമേ ഇങ്ങനെ ഒരു നടപടി ക്രമം നടക്കുന്നുള്ളൂ. ശരി, പ്രതികരിച്ചതിന് നന്ദി. വർക്കലയിൽ നിന്നും ഷിബു എന്ന പ്രേക്ഷകനാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. കൂടുതൽ പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അറിയിക്കും. അവരിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. ശശിയെ പാർട്ടി കൈവിട്ടോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് നിന്ന് പ്രബോധ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. പ്രബോധിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ആ സ്ത്രീക്ക് അങ്ങനത്തെ ഒരു മോശം അനുഭവം MLA എടുക്കുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പോലീസിലായിരുന്നു പരാതിപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ പോലീസിൽ പരാതിപ്പെട്ടിട്ട് പരാതിക്ക് എതിരായിട്ട് പാർട്ടി നടപടിയെടുത്താൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. അതിന് മുതലാണ്ട് ഇത് പാർട്ടിയെ കരിവാരി ചേക്കാൻ വേണ്ടി ബോധപൂർവം ആരുടെ ചട്ടമായി പ്രവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ വേഗത്തിൽ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് പാർട്ടി നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും പാർട്ടി നിലപാട് സ്വീകരിക്കേണ്ടതാണ്. പിന്നെ ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് നടപടി എടുക്കണം, നിയമ നടപടിക്കും വിധേയമാക്കേണ്ടതാണ്. ശരി, നന്നായി. ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. അനിൽകുമാർ കൊടുങ്ങല്ലൂരിൽ നിന്നും. അനിൽകുമാറിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതായത് നമ്മളുടെ രാഷ്ട്രീയക്കാര് പങ്കെടുത്തിട്ടുള്ള ഇതുപോലുള്ള ആരോപണങ്ങളിൽ ആരാണെന്ന് കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ഒരു നേതാവിനെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അവർക്കൊക്കെ പൊതുവായിട്ട് എല്ലാ പോലീസുകാരായിട്ടും എല്ലാ ബന്ധങ്ങളുണ്ട്. ഇവരൊക്കെ കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് സംഭവങ്ങളാണ് നമ്മളുടെ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് നമ്മളുടെ ഈ ചിന്താ ജെറോമൊക്കെ എവിടെയാണ്? ഇവിടുത്തെ വനിതാ കമ്മീഷൻ എവിടെയാണ്? ആരാണ് ഇവിടെ പ്രതികരിക്കുന്നത്? ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു യുവ തലമുറയാണ് നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നും അനിൽകുമാറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. കൃത്യമായും ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം, വേഗത്തിൽ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. അതേസമയം PK ശശിക്കെതിരെ CPM നടപടിക്ക് ഒരുങ്ങുന്നു. ആരെയും ഇത്തരം ആരോപണങ്ങളിൽപ്പെട്ടവരെ ഒരിക്കലും മാലയിട്ട് സ്വീകരിക്കില്ല എന്ന് CPM-ന്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയാണ്. ശശിയെ പാർട്ടി കൈവിട്ടോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഈ സമയം വരെ പരിശോധിച്ചത്. പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഭൂരിഭാഗം പേരും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കണം, അല്ലെങ്കിൽ ശശിക്കെതിരെ നടപടി വേണം എന്ന തരത്തിലാണ് പ്രതികരിച്ചത്. ചിലരൊക്കെ ഇത് പോലീസ് അന്വേഷിക്കണമെന്ന നിലപാടും എടുക്കുകയുണ്ടായി.
പ്രതികരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.